ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പം നമ്മൾ വീണ്ടും SCRT ക്ലാസ്സസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നു കൂടുതലായിട്ടും SCRTC ചാപ്റ്റേഴ്സിൽ നിന്നെല്ലാം നേരിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും വേണ്ടപ്പെട്ട ഭാഗം മാത്രം നമുക്ക് നോക്കിയിട്ട് പോകാം. ഇതിൽ മുമ്പ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, എക്സ്പ്ലനേഷനായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ തന്നിട്ടുണ്ട്. പക്ഷേ അതുമാത്രം പോരാ, ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും 5 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ SCRT ക്ലാസ്സസിലെ 5ാം ക്ലാസ്സിൽ നിന്നുള്ള 3 ചാപ്റ്ററാണ് എടുത്തിട്ടുള്ളത്. ഒറ്റയല്ലൊരു ജീവിയും, വ്യാധികൾ പടരാതിരിക്കാൻ, ജലം, നിത്യജീവിതത്തിൽ. അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട് അല്ലേ, ഫുഡ് വെബ് എന്ന് പറയും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പുൽച്ചാടി പുല്ലിനെ തിന്നും, പുൽച്ചാടിന് താവള തിന്നും, താവളനെ പാമ്പ് തിന്നും, പാമ്പിനെ പരുന്ത് തിന്നും എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുതന്നെയാണ് ഈ ആഹാര ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കരയിൽ മാത്രമല്ല, കടലിലും എന്തുണ്ട് എന്നാണ് പറയുന്നത്, ഈ ആഹാര ശൃംഖല ജാലം ഉണ്ട്. അതുപോലെ ചെറിയ മീനുകളുടെയൊക്കെ വലിയ മീനുകൾ എന്ത് ചെയ്യും, ആഹാരമാക്കും. അതുപോലെ തന്നെ കടലിലെ ചെറിയ മീൻ, സസ്യഭാഗങ്ങളെയെല്ലാം കടലാമ, അതുപോലെ ചെറുമീനുകൾ, പ്ലവകങ്ങൾ എന്നിവയെ മത്തി, കണവ, മീനുകൾ, കടലാമ എന്നിവയെ സ്രാവുകൾ, പ്ലവകങ്ങളെ ചെറുമീനുകൾ എന്നിവയെല്ലാം ആഹാരമാക്കും. അപ്പോൾ കടലിലും കരയിലും എന്തുണ്ട് എന്നാണ് പറയുന്നത്, ഈ ആഹാര ശൃംഖല ജാലം ഉണ്ട്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. അപ്പോൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാരാണ്? പ്ലവകങ്ങളാണ്. ഈ പ്ലവകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ കടുവയെ കുറിച്ചിട്ട് തന്നിട്ടുണ്ട് അല്ലേ. കടുവ നമ്മുടെ എന്താണ്, ദേശീയ മൃഗമാണ് കടുവ എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും അവസാനം അത് വന്ന് നിൽക്കുക എന്തിലാണ്, ഒരു മാംസബുക്കിലാണല്ലേ നിൽക്കുക. ഈ പുൽച്ചാടിനെ കോഴി, കോഴിനെ കുറുക്കൻ ആരായിരിക്കും തിന്നുക, കടുവയെ, അല്ലെങ്കിൽ ഒരു മാംസബുക്കിലായിരിക്കുക അത് വന്ന് നിൽക്കുക അല്ലേ. അപ്പോൾ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് എന്തെന്ന് പറയുന്നത്, കടുവ എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെ കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്കു പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റ് ജീവികൾ അധികമില്ല. അതിനാൽ കടുവയെ പോലെ ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യമർഹിക്കുന്നു. കടുവ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥയെ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അതായത് അവസാനമായിട്ട് വരുന്ന ഈ മാംസബുക്കളിലെ ഏതെങ്കിലുമൊക്കെ അങ്ങനെ നശിച്ചു പോവുകയാണ് പറഞ്ഞാൽ എന്ത് വരും, ബാക്കിയുള്ള ജീവികൾ പെരുകിക്കൊണ്ടിരിക്കും അല്ലേ. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷം തന്നെ ചെയ്യത്തുള്ളൂ. രണ്ടും ഒരുപോലെ കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും ശരിയായ ക്രമം എന്ന് പറയുന്നത്. ഇനി അധിനിവേശക്കാർ. ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ഇവ വളരെ പെട്ടെന്ന് വളർന്ന് പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. അങ്ങനെയാവുമ്പോൾ എന്താവും, ഈ ആഫ്രിക്കൻ മുഷി പെട്ടെന്ന് അതെന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, പെറ്റു പെരുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മുടെ ജലാശയങ്ങളിലെ ചെറുമീനുകളെ ആഹാരമാക്കുന്നുണ്ട്. പക്ഷെ അവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലതാനും. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലുള്ള ആ മീനുകൾ നശിക്കുകയും ഇവ പെറ്റു പെരുകുകയും ആ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു കോട്ടം തട്ടാൻ കാരണമാവുകയും ചെയ്യും. ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് എന്താണ്, ആഹാര ശൃംഖല ജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് എന്തെന്ന് പറയുന്നത്, ആഹാര ശൃംഖല എന്ന് പറയുന്നത്. ഒന്നാമത്തേത് എങ്ങനെയും എന്തായിരിക്കും, ഒരു സസ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു പുല്ലായിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെടിയായിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ല. അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മാംസബുക്ക് ആയിരിക്കുക. അതിൽ ഈ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
നമുക്ക് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് 5ാം ക്ലാസ്സിലെ ബുക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അടുത്തത് ആഹാര നിർമ്മാണം സസ്യങ്ങളിൽ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സസ്യങ്ങൾ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പകൽ സമയങ്ങളിൽ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓക്സിജനും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ സസ്യങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് നമ്മൾ എന്താണെന്നാണ് പറയുന്നത്, പ്രകാശ സംശ്ലേഷണം എന്നാണല്ലേ പറയുന്നത്. ഇലകളിൽ ഹരിതകം എന്ന വർണ്ണകമാണ് എന്തിന് സഹായിക്കുന്നത്, ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളിലെ ആഹാര നിർമ്മാണം നടത്താനും വേണ്ടിയിട്ട് അവർക്ക് ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത്, സൂര്യപ്രകാശത്തിൽ നിന്നാണ് അവർക്ക് ഊർജം ലഭിക്കുന്നത്. ഇനി ഈ ഇലകളിൽ നമ്മൾ ഹരിതകം എന്ന വർണ്ണകത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ആരാണ്, ഈ ഹരിതകമാണ്. അതുപോലെ കുറച്ച് നിറം നൽകുന്ന വർണ്ണകങ്ങളെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതിൽ നിന്ന് നേരിട്ട് ചോദ്യം വരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ആരാണ്, ഹരിതകമാണ്. അതുപോലെ ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്, ആന്തോസയാനിനാണ്. ഇലകൾക്കും പൂക്കൾക്കും ഒക്കെ ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇലകൾക്കും പൂക്കൾക്കും ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്, ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ്. ഓറഞ്ച് നിറം നൽകുന്നത് ആരാണ്, കരോട്ടിൻ എന്ന വർണ്ണകമാണ്. ഇനി ഇലകൾക്കും പൂക്കൾക്കും മഞ്ഞ നിറം നൽകുന്നത് ആരാണ്, സാന്തോഫിൽ എന്ന വർണ്ണകമാണ്. അപ്പോൾ പച്ച നിറം നൽകുന്നത് ഹരിതകം എന്ന വർണ്ണകവും ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ എന്ന വർണ്ണകവും ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ എന്ന വർണ്ണകവും മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ എന്ന വർണ്ണകവുമാണ് എന്ത് ചെയ്യുന്നത്, ഇലകൾക്കും പൂക്കൾക്കും നിറം നൽകുന്നത്. ഇനി അവിടെ നമുക്ക് ഒരു മൈക്രോസ്കോപ്പ് തന്നിട്ടുണ്ട് അല്ലേ. കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാരിലും മറ്റ് ജീവികളിലും നടക്കുന്നത് പോലെ തന്നെ സസ്യങ്ങളിലും എന്ത് നടക്കുന്നുണ്ട്, ശ്വസനം നടക്കുന്നുണ്ട് അല്ലേ. എല്ലാ ജീവികളും ശ്വസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്, ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. പക്ഷേ സസ്യങ്ങൾ എന്ത് ചെയ്യും, പകൽ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അവർ സ്വീകരിക്കുകയും പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഓക്സിജൻ എന്ത് ചെയ്യുന്നു, അവർ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങൾ സൊമാറ്റ എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്, സൊമാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്ത് പ്രവേശിക്കുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇലകളിലൂടെയാണ് ഇത് ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു, വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇലകളിലുള്ള സൂക്ഷ്മ സുഷിരങ്ങളാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നത്. ഇനി ആതിഥേയനും അതിഥികളും എന്നുള്ള ഭാഗങ്ങളോടെയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ പല ചെടികളും എങ്ങനെയാണ് അല്ലേ, അവർക്ക് വേണ്ട ആഹാരം അവർ എന്ത് ചെയ്യുന്നു, സ്വയം നിർമ്മിക്കുന്നു. എന്നാൽ ചില ചെടികൾ എന്ത് ചെയ്യുന്നു, എന്നാൽ ഈ മരവാഴ പോലുള്ള സസ്യങ്ങൾ എങ്ങനെ ചെയ്യുന്നത്, ഭക്ഷണം അവർ സ്വയം നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അവർ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു മരങ്ങളിലാണ് അവർ പടർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത്തൽ കണ്ണി പോലെയുള്ള ചെടികളോ, അവരും സ്വയം ആഹാരം നിർമ്മിക്കും. പക്ഷെ ജലവും ലവണങ്ങളൊക്കെ എവിടെ നിന്ന് വലിച്ചെടുക്കും, അത് ഏത് സസ്യത്തിലാണോ, ആതിഥേയ സസ്യം ഏതാണോ അതിൽ നിന്നാണ് അവർ വലിച്ചെടുക്കുക. എന്നാൽ മൂടില്ല താളി പോലെയുള്ളവ അവരെന്ത് ചെയ്യും, ചെടിയിൽ നിന്ന് മറ്റു ചെടികളിൽ നിന്ന് തന്നെ നേരിട്ട് വേണ്ട പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാൻ സഹായിക്കുന്നു. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്? അതായത് നമ്മൾ അവ ഒരു ചെടിയിലുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ മാവിലുള്ള മരവാഴ. ആ മരവാഴ എങ്ങനെയാണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് അവർ ആ മരത്തിനെ ആശ്രയിക്കുന്നത്. അല്ലാതെ അവർ ഭക്ഷണമെല്ലാം എന്താ ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ എന്തുണ്ടാക്കുന്നത്? ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഇവ എന്തിനു വേണ്ടി മാത്രമാണ് ആശ്രയിക്കുന്നത്? മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആശ്രയിക്കുന്നത്. ഇത്തരം സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓർക്കിഡ് ഒരു എപ്പിഫൈറ്റിന് ഉദാഹരണമാണ്. അപ്പോൾ അവ എന്തിനു വേണ്ടി മാത്രമാണ്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ്. ഉദാഹരണം എന്താണ്? മരവാഴ, അതുപോലെ ഓർക്കിഡുകളാണ്. മാറിപ്പോണ്ട. സെമി പാരസൈറ്റ്സ്, അതായത് അർദ്ധപരാദങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. അവർ ജലവും ലവണങ്ങളും ഏതിൽ നിന്ന് വലിച്ചെടുക്കുന്നത്? ഏതാണോ അവരുടെ ആതിഥേയ സസ്യം അതിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വയം ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ടാണ് അവയെ എന്തെന്ന് പറയുന്നത്? അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. ഇനി പൂർണ്ണ പരാദങ്ങൾ, ടോട്ടൽ പാരസൈറ്റ്സ്. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്ത ആളി പോലെയുള്ള സസ്യങ്ങളെ പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ 3 തരം പരാദങ്ങളെ കുറിച്ച് പഠിച്ചു. ഒന്ന് എപ്പിഫൈറ്റ് എന്ന് പറയുന്നത്, അവ എങ്ങനെയാണ്? അത് ആശ്രയിക്കുന്നത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ്. രണ്ടാമത് സെമി പാരസൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അർദ്ധപരാദങ്ങളെ കുറിച്ച് പറഞ്ഞു. അവരെന്തിനു വേണ്ടിയിട്ടാണ്? ജലവും ലവണവും വലിച്ചെടുത്തിട്ട് സ്വയം ആഹാരം നിർമ്മിക്കും. എന്നാൽ അവസാനം പറഞ്ഞ മൂടില്ലാത്ത ആളി പോലെയുള്ള പൂർണ്ണ പരാദങ്ങൾ എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നു. അടുത്ത നമ്മൾ 2ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. 2ാമത്തെ ചാപ്റ്ററാണ് വ്യാധികൾ പടരാതെ ഇരിക്കാൻ എന്ന് പറയുന്നത്. ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. നമ്മൾ പകർച്ചവ്യാധികൾ, മഹാമാരി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി എന്ന് പറയും, പാൻഡമിക് എന്ന് പറയും. അപ്പോൾ പാൻഡമിക്കിന് ഉദാഹരണം ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം പറയുന്നത് ഏതായിരിക്കാം? COVID-19 ആണ് അല്ലേ, നമ്മുടെ കൊറോണ. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 തുടങ്ങിയവയെല്ലാം. ഇനി രോഗകാരികൾ. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയെല്ലാം എന്തിന് കാരണമാകുന്നത്? രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ അവയെ എങ്ങനെ പറയും? രോഗകാരികൾ എന്ന് പറയും. എന്നാൽ എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല? രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തും തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും ആകിരണത്തിനുമെല്ലാം ഇവ സഹായിക്കുന്നുമുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. അതിന് ഉദാഹരണമാണ് ദോശമാവ് പുളിക്കുന്നത്. അതുപോലെ ബാക്ടീരിയകളും ഫംഗസും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് മണ്ണിൽ ചേർക്കുന്നതുമെല്ലാം. അടുത്തത് ഫംഗസുകളുടെ ലോകം. നമുക്ക് പരിചിതമായ റൊട്ടിപ്പൂപ്പൽ, വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ എന്നിവയെല്ലാം ഫംഗസുകളാണ്. മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ തുണിയിൽ വരുന്ന കരിമ്പൻ എന്ന് പറയുന്നത് എന്താണ്? ഫംഗസ് ആണ്. അതുപോലെ റൊട്ടിപ്പൂപ്പൽ, അതുപോലെ തന്നെ കൂണ്, ഇവയെല്ലാം ഫംഗസുകൾക്ക് ഉദാഹരണമാണ്. ഇനി രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ഫംഗസുകളെ ചോദിക്കുകയാണ് എന്ന് ചോദിച്ചാൽ കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ എന്നിവയാണവ. രോഗാണുവാഹകർ. നമുക്കറിയാലോ, രോഗങ്ങൾ നമുക്ക് പല രീതിയിൽ വരാറുണ്ട്. നമ്മൾ പറയും ജലത്തിൽ നിന്ന് രോഗങ്ങൾ വരും എന്ന് പറയും, വായിലൂടെ രോഗങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ
ജീവികളിലൂടെ പകരുന്നതുണ്ട്, ഇൻസെക്റ്റുകളിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ എന്ന് പറയുന്നത്. ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടുന്നതാണ്. ഇനി രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അവയെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കാം. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നിവയാണ് പരിഹാരം. അതുപോലെ വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, രോഗിയുമായി സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. നമ്മൾ കൊറോണ ടൈമിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൂടുതൽ മാസ്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ എപ്പോഴാണ്? നമ്മുടെ കൊറോണ ടൈമിലാണ് അല്ലേ. അടുത്തത് മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. ചെരുപ്പ് ഉപയോഗിക്കുക, ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക, മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ഇതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാർക്കുള്ള പോലെ തന്നെ പകർച്ചവ്യാധികൾ എവിടെ ഉണ്ടാവുന്നുണ്ട്? മൃഗങ്ങളിലും പക്ഷികളിലും എല്ലാം ഉണ്ടാവാറുണ്ട് അല്ലേ. അതിന് ഉദാഹരണമാണ് പക്ഷിപ്പനി. നമുക്കറിയാം, ആ സീസണായി പറഞ്ഞാൽ കുറേ താറാവുകളായാലും കോഴികളിനെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയാറാണ് പതിവ്. കാരണം അത് കൂടുതൽ പേരിലേക്ക് സ്പ്രെഡാവും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞാൽ അതിന് സ്വാഭാവികമായിട്ടും ചെറുത്തു നിൽക്കാനുള്ള കഴിവൊക്കെ എന്തുണ്ട്? നമ്മുടെ ശരീരത്തിനുണ്ട്. അതിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ, അതായത് വാക്സിൻസ് എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് വാക്സിനുകൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ഓരോ സമയം നോക്കിയിട്ട് അവർക്ക് നമ്മൾ വാക്സിനുകൾ, പല രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വാക്സിനുകൾ കൊടുക്കുന്നുണ്ട്. അതിലൂടെയാണ് നമ്മൾ പല രോഗങ്ങളെയും എന്ത് ചെയ്തിട്ടുള്ളത്? അതിജീവിച്ചിട്ടുള്ളത്. BCG, ബാസിലസ് കാൽമൈറ്റ് ഗോറി, OPV, ഓറൽ പോളിയോ വാക്സിൻ, ഹെപ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി, FIPV, പോളിയോ വാക്സിൻ, അതുപോലെ ഫ്രാക്ഷണൽ ഡോസ്, RVV, റോട്ടാ വൈറസ് വാക്സിൻ. അപ്പോൾ നമ്മൾ ജനന സമയത്താണ് ഈ OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി എല്ലാം നമ്മൾ കൊടുക്കുന്നുള്ളത്. അതുപോലെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച എന്നീ സമയങ്ങളിലെല്ലാം നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? വാക്സിന് കൊടുക്കുന്നുണ്ട്. 16 വയസ്സ് വരെ നമ്മൾ വാക്സിന് കൊടുക്കുന്നുണ്ട്. PCV എന്നാണ് ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR മീസിൽസ്, റുബല്ല വാക്സിൻ. അപ്പോൾ നമ്മൾ MR ഒക്കെ എന്തിനാണെന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. MR എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മീസിൽസിനും റുബല്ലയ്ക്കുള്ള വാക്സിനാണ്. DPTO, ഡിപ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ് വാക്സിനാണ്. DPT എന്ന് പറയുന്നത് ഡിപ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ് വാക്സിനാണത്. TD ടെറ്റനസ് ഡിപ്തീരിയ വാക്സിനാണ് TD എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വാക്സിനുകളിൽ എന്തൊക്കെയാണ് പെടുന്നത് എന്ന് ഒന്നുകൂടെ പഠിച്ചു വെക്കുക. BCG ഇമ്പോർട്ടൻ്റ് ആണ്. ബാസിലസ് കാൽമൈറ്റ് ഗോറിൻ വാക്സിനാണ്. അതുപോലെ MR ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മീസിൽസും റുബല്ല വാക്സിനുമാണ്. അപ്പോൾ നമ്മൾ ജനിച്ച സമയം മുതൽ 16 വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാക്സിനുകൾ കൊടുത്തു വരുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്നത്. ജലം നിത്യജീവിതത്തിൽ. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കുന്നത്.
ഇനി നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അളവുകളാണ് തന്നിട്ടുള്ളത്. നമ്മുടെ തലച്ചോറിൽ ഏകദേശം 73% എന്താണുള്ളത്? ജലമാണുള്ളത്. രക്തത്തിൽ 94% ഉള്ളത് ജലമാണ്. വൃക്കയിൽ 79% ജലമാണ്. പേശികളിൽ 75% ജലമാണ്. ഹൃദയത്തിൽ 75% ജലമാണ്. ശ്വാസകോശങ്ങളിലെ 83%, അസ്ഥികളിലെ 31% എന്താണുള്ളത്? ജലമാണ് ഉള്ളത്. അപ്പം നമ്മുടെ ശരീരത്തിലെ പ്രധാന ആവശ്യ ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ജലം എന്ന് പറയുന്നത്. ശാരീരിക പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? ജലം ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് എന്താവശ്യമായിട്ട് വരുന്നു? ജലം ആവശ്യമായിട്ട് വരുന്നു. നമ്മുടെ ജലത്തിന് പ്രത്യേക ആകൃതിയൊന്നുമില്ല അല്ലേ? അത് ഏതിലാണ് നിറയ്ക്കുന്നത്, ഏത് ഷേപ്പിലുള്ള പാത്രത്തിലാണ് നിറയ്ക്കുന്നത്, അതിൻ്റെ ആകൃതിയായിരിക്കും എന്തിനുണ്ടാവുക? ജലത്തിന് ഉണ്ടാവുക. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. അപ്പോൾ നമുക്കറിയാം ജലത്തിൽ നമ്മൾ ഉപ്പ്, പഞ്ചസാര എന്നിവയെല്ലാം ലയിപ്പിക്കാറുണ്ട് അല്ലേ? അതുമാത്രമല്ല, നമ്മൾ എന്തും ലയിപ്പിക്കാറുണ്ട്? വാതകങ്ങളും. അതിനുദാഹരണമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സോഡ ഉണ്ടാക്കുന്നത്. സോഡ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ജലത്തെ എന്ത് പറയുന്നു? സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. പല വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ബാഷ്പീകരണം എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം, അതായത് ഐസ്, വെള്ളം, അതുപോലെ നീരാവി എന്നിങ്ങനെ 3 അവസ്ഥയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ജലം കാണപ്പെടുന്നുണ്ട്. അതുപോലെ ജലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത് എന്ന് പറയുന്നത്? വിതാനം പാലിക്കുന്നു എന്ന് പറയുന്നത്. അതായത് ഒരുപോലെ നിൽക്കുന്നു. ജലാശയങ്ങളിലൊക്കെ ഒരു പ്രദേശത്ത് നോക്കുകയാണ് പറഞ്ഞാൽ വെള്ളം വറ്റുകയാണ് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം വറ്റുന്നുണ്ട്. കിണറുകൾ വറ്റി പറഞ്ഞാൽ ആ സമീപത്തിലെ കുളങ്ങളും കിണറുകളൊക്കെ ഒരുപോലെ വറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് ഈ ജലം വിതാനം പാലിക്കുന്നതിനുള്ള ഒരു സവിശേഷതയാണ്. അപ്പോൾ നമ്മുടെ ഈ 3 ചാപ്റ്റേഴ്സിലുമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വാക്സിനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പരാതങ്ങളെക്കുറിച്ച് പറഞ്ഞു. പൂർണ്ണ പരാതങ്ങൾ, അർദ്ധപരാതങ്ങൾ എന്നിങ്ങനെ പറഞ്ഞതും. അതുപോലെ ശരീരത്തിലെ ഓരോ ഭാഗത്തുള്ള ജലാശയത്തിൻ്റെ അളവ് എത്ര ശതമാനമാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതുപോലെ 3 ചാപ്റ്റേഴ്സായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചാപ്റ്റേഴ്സായിട്ടോ നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളും മുഴുവനായി കവർ ചെയ്തു പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.